ആയിക്കോട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് രാവിലെ തന്നെ ണ്ട്, പിന്നെ കുറച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. അങ്ങനെയും കൂടി എനിക്കിന്ന് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഓർക്കുവാണ്. എന്തായാലും നമ്മളിപ്പോ പാക്കിങ് തുടങ്ങുവാണ്. ഇന്ന് വലിയ മഴയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കറണ്ട് പോവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കണം എന്നൊരു മോഹം കേട്ടോ. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര രുചിയുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ എനിക്ക് കൊതി വന്നു കഴിഞ്ഞാൽ ഒരു ബിരിയാണി കഴിക്കണം എന്ന് കൊതി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് ഈ ഒരു ടൈപ്പാണ് ഞാൻ എപ്പോഴും റെഡിയാക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇന്ന് ഷൂട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കറണ്ടൊന്നും പോയില്ലെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യാം. ആ കൂടെ നമുക്കിപ്പോ പ്രൊഡക്റ്റുകൾ വേഗം പാക്ക് ചെയ്തിട്ട് അങ്ങ് വിടാം. എന്നോട് സ്പീഡിൽ പറയരുതെന്ന് പറയുന്ന കുറെ പേരുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡാണ് വീഡിയോക്കുന്നത്. ഓക്കെ, ഞാൻ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഞാനിങ്ങനെ കുറേ സ്പീഡിൽ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഓക്കെ, പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ മാലയുണ്ടല്ലോ, ഈ ഒരു നെക്ലേസ്, ഈ നെക്ലേസ് ഇതിന് കമ്മലും കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബൾക്കായിട്ടുള്ള കളക്ഷൻ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ആവശ്യമുള്ളവര് ദേ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡ്രസ്സ് ഇട്ടപ്പോ അതിന്റെ കൂടെ ഒരു നെക്ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സാരിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഇനിയിപ്പോ ഫ്രോക്കിനോ മിഡി ടോപ്പിനോ എല്ലാത്തിനും ചേരുന്ന വിധത്തില് ഈവൻ ജീൻസിന് വരെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നത്. ഇനിയിപ്പോ ഒരേ പ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ ഒക്കെ ഞാൻ ഇതേപോലെ എല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട് ആക്ച്വലി. പക്ഷേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ രാവിലെ മടിയാവും. കാരണം അതിന് കുറേ സമയം വേണം. ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്യണം, പിന്നെ ക്യാമറ നോക്കണം. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഒരേ വട്ടം വോയിസ് ഓക്കെ ആണോ എന്ന് പോയി നോക്കണം, ക്യാമറ പിന്നെ ടൈം തീർന്നു നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറേ സമയം പോകും. ആക്ച്വലി രാവിലെ നമുക്ക് വേറെ കുറേ ജോലികൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ കുറേ ലേബൽ ഒട്ടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്തു വെക്കാനുണ്ടാവും. അങ്ങനെ കുറേ ജോലികൾ നമുക്ക് ഇത് കൊറിയർ വിടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പൊ ആ സമയം വെറുതെ ഞാൻ ഷൂട്ട് ചെയ്ത് കളയണ്ടെന്ന് ഓർത്തിട്ട് പിന്നെ വെച്ചാൽ നമ്മുടെ ചാനൽ എന്തോ ബ്ലോക്ക് ആയി കിടക്കുവാണ്, അതിനൊട്ടും വ്യൂസ് കയറുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം പോകുന്നറിയോ. അപ്പൊ അതെല്ലാം തലവേദന എടുത്തിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വ്യൂസ് ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ ലൈക്ക് അടിക്കാത്തോണ്ടാണോ, കമന്റ് ഇല്ലാത്തോണ്ടാണോ, അതെയോ ഷെയർ ചെയ്യാത്തോണ്ടാണോ, അത് എനിക്കറിയത്തില്ല കേട്ടോ. എന്താ എനിക്കറിയത്തില്ല, നമ്മുടെ ചാനൽ എന്തോ ബ്ലോക്ക് ആയി കിടക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് മടിയാകും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട. ആ സമയം കൂടി നമ്മുടെ വർക്കിന് ഉപയോഗിക്കാം, അങ്ങനെ ചിന്ത വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്യാത്തത്. ആക്ച്വലി സൺഡേ വെച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട്. അപ്പം ഒരേ വട്ടം ഇനിയിപ്പോ ഞാൻ ഷൂട്ട് ചെയ്യണ ദിവസം പിന്നെ ഒരു മൂടൊക്കെ തോന്നുമ്പോ ഷൂട്ട് ചെയ്യണം തോന്നുമ്പോ അങ്ങ് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് രാവിലെ പ്രത്യേകിച്ചൊന്നും ലേബലൊന്നും ഒട്ടിക്കാനില്ല എങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ സാധനമൊക്കെ ഇങ്ങനെ ടേബിളിലേക്ക് എടുത്ത് വെച്ചുവെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂടൊക്കെ തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ നല്ല മനോഹരമായ നെക്ലേസുകളും കമ്മലുകളും മോതിരങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തൊക്കെ ആഭരണങ്ങൾ ഇടുന്നോ അത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഓർത്താൽ മതി ആ രീതിയിൽ. ഇത് കണ്ടോ, ഇതിന് ഇത്രയും ലെന്ത് കൂട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇതാണെങ്കിൽ എല്ലാത്തിന്റെ കൂടെ അങ്ങ് മാച്ചായി പോകുന്ന. ഇത് കൊണ്ട് ഒരു മെറൂൺ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഈ വെള്ളയും കറുപ്പും ഇട്ട് അതിന്റെ കൂടെ അങ്ങ് മാച്ചായി പോകുന്നുണ്ടോ. അങ്ങനെ ഇതിന് കമ്മലും ഉണ്ട്. ഈ ഒരു കമ്മലാണ് ഞാനിപ്പോ വേറെ കമ്മല ഇട്ടേക്കണേ. ഇതാണ് ഇതിന്റെ ജോഡി കമ്മല് വരുന്നത്. അങ്ങനെ കമ്മലും ഈ നെക്ലേസും കൂടിയാണ് നല്ല ലെന്തൊക്കെ കൂട്ടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അതാണ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹൈദരാബാദി പേളിന്റെ ടൈപ്പ്, ആ ഒരു സ്റ്റോൺ ടൈപ്പ്, ഹൈദരാബാദി പേൾ ടൈപ്പ്, പിന്നെ ടെറാക്കോട്ട സ്റ്റോൺ, അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ആഭരണങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ കാറ്റലോഗിൽ ഒന്ന് കയറി നോക്കിയുള്ളൂ, ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ജൂട്ടിന്റെ ബാഗുകളും ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബെഡ്ഷീറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. ഇന്നൊരു ഗീ ഡേ ആണ് കേട്ടോ. ഈ ആഴ്ച മുഴുവൻ ഗീ ഡേ ആന്ന് പറയാം. അത്രമാത്രം വയനാടൻ നല്ല നാടൻ പശുക്കളിൽ നിന്ന് എടുത്ത ഗീ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ചുളിവൊക്കെ മാറി കുറച്ച് എങ്ങലുക്കൊക്കെ വരാനും പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ ശരീരത്തുണ്ടാവാനും അത്രയും പ്രയോജനമുള്ളതാണ് ഗീയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ ഗീ കിട്ടാൻ ഒത്തിരി ക്ഷാമമാണ്. എപ്പോഴും നമ്മൾ ഗീ മേടിച്ചാൽ അതിന്റെ മുകളിൽ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ എന്തോ ഒരു ഓയിൽ ഇങ്ങനെ അടിയും. ആക്ച്വലി ഗീ അങ്ങനെയല്ല, ഗീ കുറച്ച് ഉറച്ച് തന്നെ ഇരിക്കണം ആ രീതിയിൽ. വെറുതെ വേറെ മായമൊക്കെ കലരുമ്പോഴാണ് കുറെ ഇങ്ങനെ എന്താ പറയാ ഓയില് പോലെയൊക്കെ അതിൽ കിടക്കുന്നത്. ശുദ്ധമായ ഗീക്ക് ടേസ്റ്റും വേറെ, മണവും വേറെ, പിന്നെ അതിനൊരു വൃത്തികെട്ട മണമൊന്നും ഉണ്ടാവത്തുമില്ല. അടിപൊളിയായിരിക്കും താനും. അങ്ങനെ ഒറിജിനൽ ഗീ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നല്ല നാടൻ പശുക്കളിൽ നിന്ന് എടുത്ത പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന വയനാടൻ ഗീ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒത്തിരി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് ഈ ആഴ്ച. അതിൽ കുറച്ച് ഇന്ന് സ്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ കഴിഞ്ഞ് അങ്ങനെ അയക്കണം. അപ്പൊ അതെല്ലാം ഇപ്പം ഓവറോൾ ഞാൻ കാണിച്ചു തരാം ഓരോരുത്തർ എന്തൊക്കെയാ മേടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ.
നീ എന്നെ ഇട്ടേച്ചു പോവോ അല്ലെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് കളയോ എന്ന വേദനയോടെ നമ്മളോട് ചോദിക്കുന്ന ഒരാളെക്കാളും മനോഹരമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ വേറെ ഒരാൾക്ക് കഴിയില്ല അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. കാരണം ഇപ്പം ലവ് റിലേഷന്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലി ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചൊക്കെ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചിന്തയും കുറച്ചൊരു പൊസസീവ്നെസിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ് ഇത്തരത്തില്. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ അത് എൻജോയ് ചെയ്യും അല്ലെ? കുറച്ചൊക്കെ പൊസസീവ്നെസ് ഓക്കെ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ലൈഫിന്റെ ലവ് റിലേഷന്റെ കാര്യത്തിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലൊക്കെ. പക്ഷെ ഇത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സംശയരോഗം അല്ലെങ്കിൽ ഒരു നാർസിസം അല്ലെങ്കിൽ ഹാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പൊസസീവ്നെസ് മാറിയാൽ അതൊരിക്കലും നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ലെവല്. അല്ലാതെ ഇപ്പം നമ്മൾ ഒരാളെ ഡീപ്പായിട്ട് സ്നേഹിക്കുമ്പോ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ഫിയർ തോന്നുക. അവര് നമ്മളെ ഇട്ടിട്ട് പോവോ, നമുക്ക് അവരെ നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എന്നെ അവർ ഉപേക്ഷിച്ച് കളയുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയർ യഥാർത്ഥമായ ഒരു സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് തോന്നുക. ഇല്ല നമുക്ക് യാതൊരുവിധ ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു കുന്തവും ഇല്ല, കൊടച്ചക്രവും ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റോ ഒന്നും തോന്നത്തില്ല. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചൊക്കെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ലവ് റിലേഷന്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലി ലൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും കുറച്ചൊക്കെ പൊസസീവ്നെസ് എൻജോയ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടുന്നവർ ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ്. കുറച്ചൊക്കെ അത് എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ഒരു കാഴ്ചപ്പാടില് കുറച്ചൊക്കെ പൊസസീവ്നെസ് അത് ഏതിലാണെങ്കിലും ലവിലായാലും ഫാമിലി ലൈഫിലായാലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നേരത്തെ ലെവലിൽ കേട്ടോ, ഹാർംഫുൾ ആവുന്ന രീതിയിലല്ല. അത് നമ്മളോട് അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. ആക്ച്വലി നമുക്കൊരു ബന്ധമൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് റിയൽ ആയിട്ട് നമ്മൾ ആരായിരുന്നു അവർക്ക്, അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം അവർ കെയർ ചെയ്തിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ. ഒരു പഴമൊഴിയില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പഴമൊഴി? ഒരാള് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതായി കഴിയുമ്പോഴാണ് നമുക്ക് അവരാരായിരുന്നു, നമ്മൾ അവർക്ക് ആരായിരുന്നു, എന്തായിരുന്നു, നഷ്ടപ്പെട്ടതിന്റെ വില അറിയുന്നത് അതില്ലാതെയായി കഴിയുമ്പോഴാണ്. ചിലപ്പോ നമ്മള് ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു സഡൻ ഡിസിഷൻ ഒക്കെ എടുത്ത് നമ്മള് ഏറ്റവും വലിയ പൊട്ടത്തരമായിരിക്കും ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ആ തീരുമാനം എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമുക്ക് മാറ്റിമറിക്കാനും പറ്റത്തില്ല. അത് മുറിച്ച് മാറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില സംഗതികൾ നമുക്ക് മുറിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അല്ലെ. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഡിസിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അങ്ങനെയാണ്. എന്തായാലും ഇപ്പൊ ഒരു വലിയ രോഗം വന്നാൽ നമ്മൾ അതിനെ ചികിത്സിക്കും. ഇപ്പൊ ഒരു ക്യാൻസർ വന്നാൽ ആ ഭാഗം നമ്മൾ രക്ഷിക്കുകയും മുറിച്ച് മാറ്റും. അതേപോലെ നമ്മൾ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുത്തെന്ന് വരും. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചില സമയത്ത് നമ്മളത് കുറെയൊക്കെ കൺസിഡർ ചെയ്യും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ, നല്ലൊരു ബന്ധമാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ. കുറച്ചൊക്കെ പൊസസീവ്നെസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കുക അല്ലെ. ഹാർംഫുൾ ആകാത്ത, നാർസിസത്തിലേക്ക് പോകാത്ത പൊസസീവ്നെസ് ഒക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കാം. ആ കൂടെ ഓവറോൾ എല്ലാവരും എന്തൊക്കെയാ മേടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് ഹായ് കൂട്ടുകാരെ എന്നുള്ള ആ ഒരു ഇൻട്രോ എടുക്കുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. കാരണം ഞാൻ എടുത്ത ഒരേ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് പറഞ്ഞ് കളിയാക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഫോൺ വിളിച്ചിട്ട് തന്നെ ഹായ് കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കാൻ തുടങ്ങും കേട്ടോ. കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. എന്നാലും പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ഇൻട്രോ എടുക്കുമ്പോ എനിക്ക് ആ കാര്യം ഓർമ്മ വരും കേട്ടോ. അപ്പൊ എനിക്ക് ചിരി വരും കേട്ടോ. എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റത്തില്ല. ഹായ് കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ ഇൻട്രോ എടുക്കാം. അപ്പൊ ഞാൻ ഓവറോൾ നിങ്ങളെ കാണിച്ചുതരാം എന്തൊക്കെയാ ഓരോരുത്തരും മേടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് വേഗം അങ്ങ് പാക്ക് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ വീഡിയോ കിട്ടുമ്പോ അതിന് പാട്ടിടുമ്പോ എല്ലാവരും അത് നല്ല പാട്ടോ എനിക്ക് വാട്സപ്പിൽ അപ്പൊ തന്നെ ഒരു 100 മെസ്സേജ് വരും കേട്ടോ. ചേച്ചി പാട്ടിന്റെ ലിങ്ക് അയക്കുന്നു പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഞാൻ ലിങ്ക് കൊടുത്തോട് തന്നെ മടുക്കും കേട്ടോ. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും എനിക്ക് അയച്ചു കിട്ടുന്ന പാട്ടിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കവിതകൾ. ഇന്ന് എനിക്ക് വന്ന പാട്ട് കുറച്ച് സങ്കടപ്പാട്ടാണ് കേട്ടോ. കാരണമുണ്ട്. ഓക്കെ, ആ പാട്ട് നമുക്കൊന്ന് കേട്ടോണ്ട് ബാക്കി സങ്കടപ്പാട്ടാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. അപ്പൊ അത് കേട്ടോണ്ട് നമുക്ക് നമ്മുടെ പാക്കിംഗ് അങ്ങ് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് ഇതാ മനോഹരമായ ഈ ഒരു ലേഡീസ് ബാഗും പിന്നെ ഈ ജൂട്ടിന്റെ ബാഗും
അടിപൊളിയാണ് കേട്ടോ. ജൂട്ട് ബാഗ് വന്ന കളക്ഷൻ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. അത്ര അതിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മനോഹരമായ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട ഒരു മാലയാണ് അതും. പിന്നെ അതേ അതിന്റെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു മോതിരം അവർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാലയുടെ കൂടെ കമ്മലും കൂടി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ കൂടെ അവർ ആ നല്ല ഭംഗിയുള്ള ആ ഒരു പിന്നെ മോതിരവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവര് മേടിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ആൾ മേടിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്കൊക്കെ ഗീ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഗീ ഡേ ആണെന്ന് പറഞ്ഞില്ലേ, കുറേ ഗീ ആണ് ഓർഡർ വന്നിരിക്കുന്നത്. ഇനി ഒത്തിരി ഗീ ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പിന്നെ പാക്ക് ചെയ്ത് അയക്കാം. ഇവരിതാ 5 ബോഡി മോയ്സ്ചറും അതുപോലെ ഗീ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവര് എപ്പോഴും എന്നോട് ഇങ്ങനെ ഒന്നിച്ച് മേടിക്കാം. എനിക്ക് നമ്മുടെ കൂട്ടുകാരികൾ എല്ലാരും കൂടി ഒന്നിച്ച് ഒറ്റ പൊറി ചർച്ചയാണ് പോയിക്കോളൂല്ലോ, അങ്ങനെ മേടിക്കും. ഇങ്ങോട്ടേക്കും എല്ലാവരും ഗീ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ഒത്തിരി ഗീ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി പാക്ക് ചെയ്യാനുണ്ട്. ഇങ്ങോട്ടേക്ക് മേടിച്ചിരിക്കുന്നത് കോഫി ക്യൂബ്സ് 3 പാക്കറ്റ്, മില്ലറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ വെട്ടിബറൂട്ട് പൗഡറും ലിപ്പാമ അങ്ങനെയൊക്കെയുള്ളതാണ്. ഇങ്ങോട്ടേക്ക് ഇതാ മേടിച്ചിരിക്കുന്നത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഏപ്രൺ ആണ്. അതൊക്കെ മേടിച്ചില്ലേ വൻ നഷ്ടമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ റയറായിട്ട് മാത്രം വന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് മേടിച്ചോളൂ. പിന്നെ ഇതാ കൂടാതെ കിച്ചൺ ക്ലീനർ, അടിപൊളിയായിട്ടുള്ള കിച്ചണിൽ മാത്രമല്ല എവിടെയും വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇതാ താരം നന്നായിട്ട് പോകുന്ന ഹെയർ ഓയിൽ ആണ് കേട്ടോ. ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളിയാണ്. താരം പറക്കും. കാരണം 7 ഏലൊക്കത്ത് ഉണ്ടാകത്തില്ല. അതായത് ബോഡി മോയ്സ്ചർ, പിന്നെ കസ്തൂരി മഞ്ഞള്, മില്ലറ്റ്സ് അതൊക്കെയാണ് അവർ മേടിച്ചിരിക്കുന്നത്. ഇവര് 2 ബാഗാണ് മേടിച്ചിരിക്കുന്നത്. കോളേജ് പിള്ളേർക്ക് പറ്റുന്ന അടിപൊളി ബാഗാണ്. മറ്റൊരു ലേഡീസ് ബാഗാണ് നമുക്ക് പറ്റുന്നതാണ്. ആ രീതിയിൽ ഇങ്ങോട്ടേക്ക് എന്താ ഗരം മസാലയും ബോഡി മോയ്സ്ചർ, ലിപ്പാമ അങ്ങനത്തെയൊക്കെയാണ്. ഇവർ 5 സോപ്പ് മേടിച്ചിട്ടുണ്ട് നമ്മളോട്. അടിപൊളിയാണ് നമ്മുടെ പപ്പായ സോപ്പ് കേട്ടോ. നല്ല എന്താ പറയാ അടിപൊളിയായിട്ടുള്ള വെച്ചാൽ ഒട്ടും മൊരിയത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള സാധനത്തിലാണ് നമ്മൾ അത് റെഡിയാക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബോഡി മോയ്സ്ചർ അഞ്ജുവിന്റെ മോന് ഈ ഒരു സോപ്പാണ് ഇഷ്ടം. ഹോസ്റ്റലിൽ നിൽക്കുമ്പോ ഒക്കെ ഞാനപ്പോ അത് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അവന് ഇതാ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് ബോഡി മോയ്സ്ചറും കാര്യങ്ങളും എല്ലാം. ഇങ്ങോട്ടേക്ക് എന്താ ബോഡി മോയ്സ്ചർ അങ്ങനെയൊക്കെ. ഇത് വയറ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാൻറ്റീസ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് വയർ ഒരു 2 ലെയർ ഉള്ളിലേക്ക് അങ്ങ് മടങ്ങിയിരുന്നോളും. അപ്പൊ നമുക്ക് സാരി എടുക്കോളും ഇങ്ങനത്തെ ബോഡി കോൺ ഡ്രസ് ഒക്കെ ഇടുമ്പോ നമുക്ക് ഉള്ള വയറിന്റെ അത്രയും തോന്നത്തില്ല, ഇച്ചിരി ഒതുങ്ങി അങ്ങനെ തോന്നിക്കോളും. ഇത് പുറമൊക്കെ മാന്താൻ പറ്റുന്ന മാന്തി എന്ന് പറയാം. അങ്ങനെ സാധനമാണ് ഈ കുഞ്ഞു സാധനം കേട്ടോ. അടിപൊളിയെ കുറെ ലെന്ത് കൂട്ടാം. ഇത് ബോട്ടിൽ ബ്രഷ്. പിന്നെ 2 ബെഡ്ഷീറ്റ് അവർ മേടിച്ചിട്ടുണ്ട്. ഡബിൾ കിങ് സൈസ് ആണ്. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവില്ല നമ്മൾ സെയിൽ ചെയ്യുന്നത്. ബോംബെ പ്രോഡക്റ്റ് ആണ്. ഡയറക്റ്റ് നമുക്ക് വന്ന് കിട്ടുന്നതുകൊണ്ട് വളരെ റേറ്റ് കുറവാണ്. ഇതിൽ എഴുതിയേക്കണം നോക്കണ്ട 1299. അതൊന്നും അല്ല ഇതിന്റെ റേറ്റ്. വളരെ നിസ്സാര വിലയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് സോപ്പ് ഡിഷ് ആണ്. അടിപൊളിയാണ്. ഇതിനകത്ത് നിറയെ നമുക്ക് ഇങ്ങനെ സോപ്പ് ഒഴിച്ചിട്ട് നല്ല ടൈറ്റ് ഫിറ്റ് ആണ്. മുകളിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ സ്പോഞ്ച് ഇതിനകത്ത് ഇട്ട് വെക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്രയും നമുക്ക് ആദ്യത്തെ ബാച്ച് ഒന്ന് പാക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ബാച്ചുകൾ ഒന്നൊന്നായി കൊണ്ടുവച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ടങ്ങ് പാക്ക് ചെയ്യാം. അപ്പം മടുക്കൂല. ആശിച്ചു പോയൊരു പൂവല്ലേ നീ, നിന്റെ ഇതളിൽ തുളുമ്പാൻ കൊതിച്ചതല്ലേ, കാത്തിരിക്കാനായി പറഞ്ഞതല്ലേ, ഇന്ന് കാത്തിരിക്കാതെ നീ പോയതെന്തേ, കാത്തിരിക്കാനായി പറഞ്ഞതല്ലേ, ഇന്ന് കാത്തിരിക്കാതെ നീ പോയതെന്തേ, വാടാതെ കാത്തിട്ടും പാതിയിൽ വെട്ടിനി കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ, വാടാതെ കാത്തിട്ടും പാതിയിൽ വെട്ടിനി കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ, എന്നെ കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ, ആശിച്ചു പോയൊരു പൂവല്ലേ നീ, നിന്റെ ഇതളിൽ തുളുമ്പാൻ കൊതിച്ചതല്ലേ. നീയാം വെളിച്ചവും മാഞ്ഞു പോയിടുന്നു കാണാക്കയങ്ങളിലേക്കുമല്ലേ, നീയാം വെളിച്ചവും മാഞ്ഞു പോയിടുന്നു കാണാക്കയങ്ങളിലേക്കുമല്ലേ, കാറ്റേറ്റുലയുന്ന ജീവിത തോണിയിൽ നീ പോയതറിയാതെ തേടി അലയുമ്പോ വാക്കിന്റെ ഓളങ്ങളാൽ തുഴമുറിഞ്ഞാഴത്തിൽ വീണുപോയല്ലോ, എന്റെ തുഴമുറിഞ്ഞാഴത്തിൽ
പുലരികൾ കണി കണ്ടുണർന്നൊരാ പുഞ്ചിരികൾ നിന്നാഴങ്ങളാൽ പൂത്തൊരാ പുലരികൾ കണി കണ്ടുണർന്നൊരാ പുഞ്ചിരികൾ എവിടെ മറഞ്ഞാലും പിന്തുടർന്നിടുന്നു പ്രണയവർണ്ണങ്ങളാം നിന്നോർമകൾ എവിടെ മറഞ്ഞാലും പിന്തുടർന്നിടുന്നു പ്രണയവർണ്ണങ്ങളാം നിന്നോർമകൾ എന്തിനാണോ മനെ പാവമാമെന്നെ നീ പെയ്തു തീരാത്തൊരു കവിതയാക്കി എന്തിനാണോ മനെ പാവമാമെന്നെ നീ പെയ്തു തീരാത്തൊരു കവിതയാക്കി അതേ നീ മാത്രമെന്തിത്ര വരികളായി നീ മാത്രമെന്തിത്ര വരികളായി നീ മാത്രമെന്തിത്ര വരികളായി ആശിച്ചു പോയൊരു പൂവല്ലേ നീ നിന്റെ ഇതളിൽ തുളുമ്പാൻ കൊതിച്ചതല്ലേ കാത്തിരിക്കാനായി പറഞ്ഞതല്ലേ ഇന്ന് കാത്തിരിക്കാതെ നീ പോയതെന്തേ കാത്തിരിക്കാനായി പറഞ്ഞതല്ലേ ഇന്ന് കാത്തിരിക്കാതെ നീ പോയതെന്തേ വാടാതെ കാത്തിട്ടും പാതിയിൽ വെട്ടിനി കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ വാടാതെ കാത്തിട്ടും പാതിയിൽ വെട്ടിനി കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ എന്നെ കണ്ണീർ പുഴയിൽ കളഞ്ഞതെന്തേ ആശിച്ചു പോയൊരു പൂവല്ലേ നീ നിന്റെ ഇതളിൽ തുളുമ്പാൻ കൊതിച്ചതല്ലേ ആഴങ്ങളാൽ പൂത്തൊരാ പുലരികൾ കണി കണ്ടുണർന്നൊരാ പുഞ്ചിരികൾ എവിടെ മറഞ്ഞാലും പിന്തുടർന്നിടുന്നു പ്രണയവർണ്ണങ്ങളാം നിന്നോർമകൾ എവിടെ മറഞ്ഞാലും പിന്തുടർന്നിടുന്നു പ്രണയവർണ്ണങ്ങളാം നിന്നോർമകൾ എന്തിനാണോ മനെ പാവമാമെന്നെ നീ പെയ്തു തീരാത്തൊരു കവിതയാക്കി എന്തിനാണോ മനെ പാവമാമെന്നെ നീ പെയ്തു തീരാത്തൊരു കവിതയാക്കി അതേ നീ മാത്രമെന്തിത്ര വരികളായി നീ മാത്രമെന്തിത്ര വരികളായി രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാം പാക്കിങ് തുടങ്ങിയതാണ്. അപ്പൊ ഗോതമ്പ് കലക്കി വെച്ചിട്ടുണ്ട്, ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കണം. ഗീയൊക്കെ പറ്റിയിട്ട് ഗോതമ്പില് ജീരകവും തേങ്ങ ഇട്ടു, എന്നിട്ട് ഗീ വരട്ടിയിട്ട് ചുട്ടെടുക്കും. ഈ ഒരു തരം പൊറോട്ടി എന്നൊക്കെ പറയില്ലേ, അതിന്റെ വേറെ ഒരു വെർഷൻ. ആ രീതിക്ക് ഇച്ചിരി ലൂസാക്കി കലക്കിയിട്ട് അങ്ങനെ, അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉള്ള സാധനം കിട്ടും. അത് തന്നെ. അപ്പൊ അത് ഒപ്പിക്കലാട്ടോ. ഇതെല്ലാം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് കേട്ടോ. അങ്ങനെ ടൈം എടുത്ത് കുക്ക് ചെയ്യാൻ മടിയുള്ളപ്പോ, മടിയല്ല ടൈം ഇല്ലാത്ത, മടിയൊന്നുമില്ല എനിക്ക്, പക്ഷെ സമയക്കുറവ് അത് നന്നായിട്ടുണ്ട് താനും. അങ്ങനെയൊക്കെയാണ്. പണ്ടൊക്കെ സമയം പോത്തേ ഇല്ലായിരുന്നു, ഇപ്പൊ സമയം പറന്നു പോകും, ഒന്നിനും സമയം തികയുന്നില്ല. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സൊക്കെ ശാന്തമാണ്, ഹാപ്പി ആണെങ്കിൽ സമയം പറന്നു പോകും. നമുക്ക് ഭയങ്കര ദുഃഖവും സങ്കടമാണെങ്കിൽ സമയം പോകത്തേ ഇല്ല. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് സൗദിയിൽ ജോലിക്ക് പോകുമ്പോൾ ഇത് തന്നെയായിരുന്നു. ഈ ഒരു 10 കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ, അങ്ങനെ നമുക്ക് തോന്നുന്നു. എന്തിനും സമയം പോകത്തില്ല. ഫുൾ ടൈം നമ്മുടെ മനസ്സിൽ ഭയങ്കര ആവലാതിയും വേവലാതിയും ഒരു വിങ്ങലും വേദനയും കൊച്ചിനെ കാണാത്ത വിഷമങ്ങളും ലൈഫിലെ പ്രതിസന്ധികളും എല്ലാ അർത്ഥത്തിൽ ഇങ്ങനെ വിങ്ങി ജീവിക്കുന്ന നമുക്ക് സമയം പോകത്തില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, മനസ്സ് ശാന്തമാണ്, ചുറ്റോട് ചുറ്റും പോസിറ്റിവിറ്റി ആണെങ്കിൽ സമയം പറന്നു പോകും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് സമയം ഇല്ല, അത് തന്നെ പറയാം. ആ രീതിയാണ്. അപ്പൊ എന്തായാലും എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഞാൻ വേഗം 2 ഗ്ലാസ് ചായ വെക്കും, കുഞ്ഞിനെ അതിൽ നിന്ന് കുറച്ച് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം ചില ദിവസം ഞാൻ വെക്കുമ്പോൾ കുറച്ചധികം വെക്കും, ചില ദിവസം അത്ര ഉണ്ടാവത്തില്ല, പാലൊക്കെ കുറവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ ആക്ച്വലി അശ്വിനത് കുടിക്കാതെ പോണ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു രക്ഷപ്പെട്ടു, ആ ഒരു ചായ കൂടെ അവിടെ ഇരിപ്പുണ്ടല്ലോ എന്നാണ്. അപ്പൊ ആക്ച്വലി അവൻ അത് കുടിക്കാതെ പോണ ദിവസം എനിക്ക് ഹാപ്പി കേട്ടോ. ആ ഒരു ഗ്ലാസ് ചായ കൂടി ഉണ്ടല്ലോ എന്ന് ഓർക്കും. അപ്പൊ ഒരു 10-11 മണിയാകുമ്പോ ആ ചായ കുടിക്കാലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഇന്ന് അങ്ങനെയാണ്. അവൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അവൻ ലാസ്റ്റ് മൊമെന്റിൽ എണീറ്റ് ഓടുന്ന ദിവസം ചായ കുടിക്കാൻ വിട്ടു. അങ്ങനെയാണ്. അപ്പൊ ആ ചായയും ചൂടാക്കി നേരെ നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പാക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2 ട്രിപ്പോടെ ഇതുപോലെ ഇന്ന് പാക്ക് ചെയ്യുക, എന്നിട്ട് കൊടുത്തു വിടും. എന്നിട്ട് നമുക്ക് ബിരിയാണി കുക്കിങ്. അന്നേരം ഞാൻ ഇനി അടുത്ത ട്രിപ്പ്
ഷൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പിന്നെ വർത്താനൊക്കെ പറയാം കേട്ടോ. അപ്പൊ തൽക്കാലം വിടാം, ഞാൻ ഫുഡ് കഴിക്കട്ടെ.